Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് കേരള സ്റ്റൈൽ ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ വേഗം വീഡിയോയ്ക്ക് കടന്നാലോ. നമ്മൾ മാഗ്നേഷന് വേണ്ടിയിട്ട് 2 കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് വേപ്പില ഇതെല്ലാം കൂടി മിക്സിയിൽ വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇത് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. നമ്മളൊരു ബൗളിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും വേപ്പിലയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളൊരു 1/2 കിലോ മീനാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം നമുക്കിങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ മസാല ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. ഇതിൻ്റെ ആ ഗ്യാപ്പിലേക്കൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് മസാല ഉള്ളിലേക്ക് നന്നായിട്ട് ചെല്ലാം. ഗ്യാപ്പിൽ ഇട്ടതിന് ശേഷം മീനിൻ്റെ ഉൾഭാഗത്തും നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടാം. ഇങ്ങനെ നമുക്ക് മസാല എല്ലാ മീനിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് പുരട്ടി കൊടുക്കാം. എല്ലാ മീനിലേക്കും ഉള്ളിലേക്ക് നന്നായി പുരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തൊരു 1/2 അവർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ മീൻ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് ഉള്ളൊക്കെ നന്നായി ഫ്രൈ ആയി വരാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. ഫുള്ള് വെച്ച് ഫ്രൈ ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വേറെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.